നമ്മളേ ശിവഗിരി സീരീസ് കാണിച്ചായിരുന്നല്ലോ, ശിവഗിരി പോയി തൊഴുന്നതും. അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ നിർത്തിയിരുന്നു വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ. ആ വീഡിയോ കാണാത്തവരുണ്ടെ കാണണം കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന വീഡിയോ ആണ്. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വലിയൊരു രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ദൂരം കിട്ടുന്നതുകൊണ്ടേ ടൈം പോകുന്നതുകൊണ്ടാണ് ഒരു ഷോർട്ട് വീഡിയോ പോലെ നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തന്നെ ആദ്യം കഴിഞ്ഞപ്പോൾ രാത്രിയായി. വൈകുന്നേരം ഒരു 6:30-7 മണിയായി. വണ്ടി പാർക്കിങ്ങിന് എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോയ വഴിക്ക് ഇങ്ങനെ ഓരോരോ തമിഴ്നാടുകൾ നമ്മൾ ബോർഡർ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കേട്ടോ. കയറിയപ്പോൾ തൊട്ട് ഒരുപാട് പള്ളികളും അവിടെ പള്ളിയുടെ സമയം തോന്നുന്നു, ഇപ്പം പെരുന്നാളിൻ്റെ വഴി നീള ലൈറ്റും നല്ല രസമാണ്. നമ്മളവിടെ കുറച്ച് നേരം നിർത്തി ലൈറ്റൊക്കെ കണ്ടു. പെങ്കുനി ലൈറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ കുറേ നേരം ഓടിച്ചു. ഇതിപ്പോൾ പെട്ടെന്ന് ഷോർട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ സ്ഥലത്ത് നിൽക്കുകയും അതും ഇതും ഫുഡും കഴിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നൈസായിട്ട് ഹോട്ടലിൽ വന്നു. പെങ്കു ഉറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന് ബുക്ക് ചെയ്തപ്പം ഈ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഹോട്ടലെ. അപ്പോൾ അതിനകത്ത് ചെറിയ നമ്മൾ എന്താ വെച്ചാൽ ബുക്ക് ചെയ്ത സമയത്ത് ഓഫർ കണ്ടപ്പോൾ എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലായി അത് നോൺ എ സി ആയിരുന്നു. അവിടെ ചെന്ന് പിന്നെ 700 രൂപയും കൂടെ കൊടുത്ത് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരത്തെ തന്നെ ഇറങ്ങി നമ്മൾ കേട്ടോ. വിവേകാനന്ദ പാർക്ക് പോകാൻ വേണ്ടി നല്ല ക്യൂ ആയിരുന്നു. ഞാൻ അതിന് മുമ്പേ രാവിലെ കടപ്പുറം ആ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി, ഇവരെനേക്ക് തന്നെ വരുന്നതിന് മുമ്പ് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഇവരുമായിട്ട് നമ്മൾ വിവേകാനന്ദ പാർക്കിൽ പോകാൻ വേണ്ടി ക്യൂ നിന്ന് പാസ് എടുത്ത് നമ്മൾ ടിക്കറ്റ് 70 രൂപയാണ് വരുന്നത്. 70 രൂപ കൊടുത്ത് നമ്മൾ നേരെ ഉള്ളിൽ ബോട്ടിൽ കയറണം എന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം. നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഓരോരോ ബോട്ട് വന്ന ശേഷം മാത്രമായിരിക്കും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് എല്ലാവർക്കും. പൊന്നെയൊക്കെ കയറിയിട്ട് പേടിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും കയറാമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു ബോക്സിൽ ജാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഈ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അതിലിരിക്കണം, നമ്മൾ ഇരുന്ന് വേണം യാത്ര ചെയ്ത് അവിടെ. എനിക്കാണ് അതിൽ കയറിയപ്പോൾ തൊട്ട് തലകറക്കോ എന്തോ പോലെ ആയിരുന്നു. ബോട്ടിനകത്ത് ഈ മണവും കടലിൻ്റെ എല്ലാം കൂടെ അടിച്ചിട്ടേ. പിന്നെ ഞങ്ങൾ വിവേകാനന്ദ പാറയിലെത്തി കുറച്ച് നേരം അവിടെ അതിലേക്കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഓരോരുത്തരും നമ്മുടെ അടുത്ത് വരും, ഒരു ഫോട്ടോ എടുത്ത് തരാമോ. നമ്മളും അതേപോലെ നൈസായിട്ട് തിരിച്ച് ചോദിക്കും, നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്നൊക്കെ ചോദിച്ച്. പെങ്കു ഭയങ്കര രസമായിട്ട് കടലൊക്കെ കണ്ട് ബോട്ടൊക്കെ കണ്ട് ഇവിടെ കയറിയിരിക്കണം. എന്താ കാറ്റെന്നറിയോ. നമ്മൾ കുറേ നേരം ഇതിലേക്കൂടെ കുറച്ച് നേരം നിന്ന് ബോട്ട് വരുന്നതും ബോട്ട് വരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ വന്നൊന്ന് നിൽക്കും. പിന്നെ എൻജിൻ ഇങ്ങനെ ഒന്ന് കറങ്ങി വരാൻ വേണ്ടി കുറേ നേരം എടുക്കും. നല്ല രസമാണ്. ഇപ്പോൾ 2 സ്റ്റാച്ചു ഉണ്ട്. നമ്മുടെ ഈ വിവേകാനന്ദ പാറയുണ്ട്, അപ്പുറത്ത് വേറൊരു പാറ. അതിൽ ഒരിടത്തോട്ട് മാത്രം എൻട്രി ചെയ്യുന്നുള്ളൂ, ഒരിടത്ത് പണി നടക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇതിനകത്തോടൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. പൊന്നയൊക്കെ അപ്പുറത്ത് നേരെ. അത് കഴിഞ്ഞ് വിവേകാനന്ദ പാറയിൽ നമ്മൾ നേരെ ഇപ്പുറത്ത് ബോട്ട് കയറി ഇപ്പുറത്ത് വന്നു. നമ്മളൊരു മലയാളി ചേട്ടനെ കണ്ട് അവിടെ നിന്നൊരു ചെറിയ നാരങ്ങാ വെള്ളവും അതുപോലെ കരിക്കൊക്കെ കുടിച്ച് പിന്നെ പതുക്കെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഈ കടയിൽ കയറി ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് പൊന്നയും പിങ്കും. പക്ഷേ എൻ്റെയാണ് ഭാഗ്യം ഉണ്ടായത്, ചിക്കൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. മന്തിയും വാങ്ങിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അവർ മനസ്സോടു കൂടി ബർഗറും അതും ഇതുമൊക്കെ വാങ്ങിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ ഇതാണ് ഫിംഗർ ചിപ്സ് പോലത്തെ കൊണ്ട് തന്നെ അതിനെന്താ പറയുക, ചിക്കൻ്റെ ഒരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. പിന്നെ ഇത് വന്ന വഴിക്ക് നമ്മൾ പൊങ്ങ് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്തും നിർത്തും. ഇതെല്ലാം നിർത്തുന്നത് എനിക്ക് വേണ്ടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞ് പോവുക. ഇവിടുന്ന് റെഡ് ബുള്ള് വാങ്ങിച്ച് നമ്മൾ ആദ്യം കുടിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് ഇവർക്ക് വാങ്ങിച്ചു. പൊന്ന ഉറങ്ങാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്, വർത്താനം. പക്ഷേ ഇടയ്ക്ക് ചില സമയത്ത് നോക്കുമ്പോൾ അവളോട് ഉറങ്ങി വീഴുന്ന പോലെ അതുപോലെ ക്ഷീണമുണ്ട്. 2 ദിവസത്തെ ലൈസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പിന്നെ അടുത്ത സ്ഥലത്ത് നിർത്തി. ഇത് പെട്ടെന്ന് കാണിക്കുന്ന ഓരോരോ സ്ഥലത്ത് നിർത്തി. അപ്പോൾ പിങ്കു ആക്റ്റീവായിട്ട് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ റോഡിൻ്റെ സൈഡിൽ സൈഡിൽ വെട്ടോടത്തൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് 1 മണിക്കൂറോളം ഉറങ്ങിയിട്ടാണ് പതുക്കെ വന്ന്. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ കുറച്ച് നേരം വന്ന് നമ്മുടെ ആലപ്പുഴ സൈഡിൽ കൂടെയാണ് നമ്മൾ ആ റോഡിലാണ് വന്നത്, പുതിയ റോഡ്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മുടെ എറണാകുളം അടുക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഉറക്കം വന്നു. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ച് ഈ ഉറക്കം മാറുമെന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെയും നമ്മൾ മൂവ് ചെയ്ത് അങ്ങനെ ഓൾമോസ്റ്റ് കൊച്ചി എത്തിയപ്പോൾ തന്നെ നല്ല ഉറക്കം വന്നു. കണ്ണിൻ്റെ അടയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണടയുന്ന ഏറ്റവും വലിയ അപകടം. ഇറങ്ങി മുഖം കഴുകി സോപ്പിട്ട് കഴുകി അത് കഴിഞ്ഞപ്പോൾ തന്നെ എവിടെയോ കണ്ട് തണുപ്പ് കഴിച്ചാൽ ഉറക്കം വരില്ല എന്ന് നേരെ മിൽമയുടെ ഫ്രണ്ട്, അത് ലുലു കഴിഞ്ഞ് നേരെ മിൽമയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വെള്ളം വാങ്ങാൻ പോയതാണ്. ഈ വണ്ടിയെ ചാടി എൻ്റെ ഉറക്കത്തിൽ നിന്ന് ചാടി എൻ്റെ പൊന്നെ പറഞ്ഞു നേരെ ഐസ്ക്രീം കഴിക്കാം. നേരെ ഒരു 2 ഐസ്ക്രീമും വാങ്ങിച്ചു. പിങ്കു നല്ല ഉറക്കമായിരുന്നു. ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ച് ആ തണുപ്പ് കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഈ വീട്ടിലേക്ക് വെടിയുണ്ട പോരുന്ന പോലെ പോരാൻ പറ്റി. കാരണം എന്താണെന്നറിയോ, നൈസായിട്ട് വരുന്ന വഴിക്ക് ഒരു ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ നല്ല വെടിയുണ്ട വരുന്നത്. പുള്ളിയെ പിടിച്ച് നേരെ ഇങ്ങി പോന്ന്. അതായത് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സാധനം നമ്മൾ മാക്സിമം പെട്ടെന്ന് ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട് പിടിക്കാന്നുള്ള രീതിയിൽ അതുപോലത്തെ